Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. വികസനമാണ് ലക്ഷ്യമെന്ന് അങ്കമാലി നഗരസഭ പറയുന്നു. എന്നാൽ കുടിവെള്ളം കിട്ടാത്തിടത്ത് അത് എത്തിക്കുന്നതാണോ വികസനം, അതോ കിട്ടിയിരുന്ന കുടിവെള്ളം ഇല്ലാതാക്കുന്നതാണോ വികസനമെന്ന് പൊതുജനം ചോദിക്കുന്നു. അങ്കമാലി നഗരസഭയുടെ പൊതുമാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു പബ്ലിക് ടാപ്പിന് നഗരസഭ തന്നെ കത്തിവച്ചു. അങ്കമാലി മുനിസിപ്പൽ മാർക്കറ്റ് തുടങ്ങിയിട്ട് ഏതാണ്ട് 30 വർഷമാകുന്നു. ഏതാണ്ട് ഷിയോപോള് ഫസ്റ്റ് ചെയർമാൻ സമയത്ത് തന്നെ ഇവിടെ ഈ ടാപ്പോട് വെച്ച് മുനിസിപ്പൽ മാർക്കറ്റിൻ്റെ ആകെ ഒരു പൊതു ടാപ്പാണത്. ഇവിടെ കുടിവെള്ളമില്ല, ഈ ടാപ്പ് കട്ട് ചെയ്തു. കുടിവെള്ളം പലയിടത്തും ഇന്ന് കിട്ടാക്കനിയാണ്. ദാഹമകറ്റാൻ കമ്പനികളുടെ കുപ്പിവെള്ളത്തെ ആശ്രയിക്കുന്നവരാണ് ഏറെയും. എന്നാൽ സാധാരണക്കാരായ വഴിയാത്രക്കാരും തൊഴിലാളികളുമെല്ലാം വെള്ളത്തിനായി ആശ്രയിക്കുന്നത് പൊതു ടാപ്പുകളെയാണ്. അതാണ് പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത്. അങ്കമാലി നഗരസഭയുടെ പൊതുമാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു പബ്ലിക് ടാപ്പ് കഴിഞ്ഞ ദിവസം ഇല്ലാതെയായി. മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരും പണിയെടുക്കുന്ന തൊഴിലാളികളും കച്ചവടക്കാരുമെല്ലാം ദാഹമകറ്റണമെങ്കിൽ ഇനി കുപ്പിവെള്ളത്തെ ആശ്രയിക്കണം. സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാനാണ് പബ്ലിക് ടാപ്പുകൾ നിർത്തലാക്കുന്നത് എന്ന് നഗരസഭാ അധികൃതർ പറയുന്നു. എന്നാൽ കോടികൾ നീക്കിയിരിപ്പുണ്ടെന്ന് അവകാശപ്പെടുന്ന അങ്കമാലി നഗരസഭ ജനങ്ങൾക്ക് കുടിവെള്ളം നിഷേധിച്ചുകൊണ്ടാണോ ലാഭമുണ്ടാക്കുന്നത് എന്നാണ് മാർക്കറ്റിൽ പണിയെടുക്കുന്നവർ ചോദിക്കുന്നത്. അവർ മുനിസിപ്പൽ അധികൃതർ പറയുന്നത് പൊതു ടാപ്പുകൾ നീക്കം ചെയ്യാൻ ഞങ്ങൾ മുനിസിപ്പൽ കൗൺസിൽ തീരുമാനിച്ചു, അത് പ്രകാരം കട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഞാൻ കട്ട് ചെയ്ത ആളോട് ചോദിച്ചു എന്താ കാരണമെന്നു. അപ്പോൾ പൊതു ടാപ്പുകളെല്ലാം നീക്കം ചെയ്യാനുള്ള തീരുമാനമാണെന്നാണ് പറയുന്നത്. ഇത്രയും ബിസിനസ്സുകാർ, ഇത്രയും മുനിസിപ്പലിൻ്റെ ബിൽഡിങ് വാടകയ്ക്കെടുത്ത് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ, രാത്രി ലോഡ് ഇറക്കുന്നവർ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പോലും ഒരു തുള്ളി വെള്ളം ഈ മാർക്കറ്റിലില്ല. ഇത്രമാത്രം ഹീനമായ ഒരു സംഭവമാണ്. അടുത്ത കാലം ഒരു മനുഷ്യഗണത്തിൽ ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റാണ് മുനിസിപ്പാലിറ്റിയുടെ. എന്തിനാണ് ഈ വേഷം കെട്ട് കാണിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമാണ്. ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണെന്ന് ആണ് എല്ലാവരും ചോദിക്കുന്നത്. അതായത് അതികഠിനമായ ചൂടിൽ തന്നെ നമ്മൾ സർക്കാർ പറയുന്നു ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങരുത് പോലും പറയുന്നു. ഇവിടെ ആ സമയത്ത് കുടിവെള്ളം കട്ട് ചെയ്ത മുനിസിപ്പാലിറ്റിയുടെ നമ്മുടെ കേരളത്തിലെ ഏക മുനിസിപ്പാലിറ്റി അങ്കമാലി ആയിരിക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ കുടിവെള്ള ക്ഷാമത്തിനെ കുറിച്ചൊന്നും അവർ പറയുന്നില്ല. ജനങ്ങൾ വേണമെങ്കിൽ കാശ് കൊടുത്ത് വെള്ളം വാങ്ങിച്ച് കുടിച്ചോളണം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് ജനങ്ങളുടെ ഭരണമല്ലേ? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഭരിക്കുന്നത് മുനിസിപ്പാലിറ്റി? ആർക്ക് വേണ്ടി ഈ ഭരണം? വേണമെന്ന് പറയാനായിട്ട് ഉള്ള ടാപ്പുകളൊക്കെ നിർത്താല്ലേ. അപ്പൊ പിന്നെ ഇത് വേണമെന്ന് ഇപ്പൊ പറഞ്ഞ ആര് ഇത് കൊടുക്കാനാ? മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇത് പറഞ്ഞതാ. അങ്കമാലി മാർക്കറ്റിൽ കൊല്ലങ്ങളായിട്ടുള്ള കുടിവെള്ളത്തിന്റെ പൈപ്പ് കണക്ഷൻ ഇവിടെ ഇല്ലാണ്ടാക്കിയേക്കാണ്. അത് ഒന്ന് പെട്ടെന്ന് പുനഃസ്ഥാപിക്കണം. കുടിക്കാനും എല്ലാത്തിനും കൈകാര്യം ഉപയോഗിക്കണം. അത് നിലവിലില്ല, അതൊന്ന് ശരിയാക്കി തരണം. വേനൽ കത്തിക്കാളുന്ന സമയത്ത് പൊതുജനങ്ങൾക്ക് അത്യാവശ്യം ലഭിക്കേണ്ടതാണ് കുടിവെള്ളം. പക്ഷികൾക്കും ജീവജാലങ്ങൾക്കും വേണ്ടി ചട്ടികളിൽ വരെ കുടിവെള്ളം കരുതി വയ്ക്കുന്ന ഇക്കാലത്ത് സാധാരണക്കാർ ആശ്രയിച്ചിരുന്ന പൊതുടാപ്പ് മുറിച്ചു കളഞ്ഞ നഗരസഭയുടെ നടപടി മനുഷ്യത്വരഹിതമായി പോയി എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ ഈ കടുത്ത വേനലിലും അതിശക്തമായ ചൂടിലും പക്ഷികൾക്ക് പോലും വെള്ളം കൊടുക്കണമെന്ന് പറയുന്ന മുനിസിപ്പൽ അധികൃതര് ഇവിടെയുള്ള ജനങ്ങളെ മനുഷ്യരായിട്ട് കാണുന്നുണ്ടോ? എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ് അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.